ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കറി ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്ന ഈ ഒരു കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അന്നേരം നമുക്ക് നല്ല ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം കുക്കറിൽ എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പോട് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇതിൽ കിഴങ്ങ് ഇട്ടിട്ടില്ലല്ലോ. കിഴങ്ങ് ഞാൻ വേറെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. എഗ്ഗും പൊട്ടറ്റോയും കൂടെ വേറെ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ തന്നെയാണ് പുഴുങ്ങിയെടുത്തത്. അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ഇതുപോലെ പീസസ് ആക്കി തന്നെയാണ് ഇടുന്നത്. അപ്പം വെജിറ്റബിൾസ് ഇട്ട് വഴറ്റുന്നതിൻ്റെ ഒപ്പം കിഴങ്ങും കൂടെ ഇതുപോലെ കട്ട് ചെയ്തങ്ങിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് പീൽ ഓഫ് ചെയ്യാൻ പറ്റും. നമ്മൾ നിന്ന് ചിരണ്ടി കുറേ ടൈമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒറ്റ കൈ മതി. ഇത് വേണ്ട ഇതുപോലെ പുഴുങ്ങി ഒന്ന് പൊടിച്ച് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളത് കുക്കറിലിട്ട വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴണ്ട് വരാനൊന്നും നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയുടെ ഫാനാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ച് വിസിലടുപ്പിക്കാം കേട്ടോ. കിഴങ്ങ് കൂടി ഇടുകയാണെങ്കിൽ ഞാൻ 3 വിസിലാണ് അടുപ്പിക്കാറുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ 2 വിസിലേ അടുപ്പിക്കാറുള്ളൂ. അവരവരുടെ കുക്കറിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് എത്ര വിസിലാന്ന് തീരുമാനിക്കാം. എന്തായാലും സംഭവം വെന്ത് വരണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുക്കറിൽ നിന്ന് ആവിയൊക്കെ പോയതിന് ശേഷം അത് നന്നായിട്ട് തണുത്ത് വരില്ലേ, ആ സമയത്തിന് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തവിയുണ്ടെന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ പൊട്ടറ്റോ വേറെ അല്ലേ കുക്ക് ചെയ്തത്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കറി റെഡി ആയി കിട്ടും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തവിയുണ്ട് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇടയ്ക്കിടെ ആവി ക്യാമറയിലേക്ക് അടിച്ചിട്ട് വിഷ്വൽസ് കുറച്ച് ക്ലിയർ ആകുന്നില്ലായിരുന്നു. സോറി കേട്ടോ, രാവിലത്തെ തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.